സതീശനെ സംബന്ധിച്ചുള്ള ഒരു കാര്യം കൃത്യമാണ്. പുള്ളി ഈ തെരഞ്ഞെടുപ്പ് സാഹചര്യങ്ങൾ വിശകലനം ചെയ്യുന്നതിൽ വളരെ കൃത്യമാണ്. എനിക്ക് പലപ്പോഴും സ്വകാര്യ സംഭാഷണങ്ങളൊക്കെ തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അദ്ദേഹം പറയും, ഇന്നിന്ന മണ്ഡലങ്ങളിൽ ഞങ്ങൾക്ക് മേൽക്കൈ കിട്ടും, ഇന്നിന്ന സ്ഥലത്ത് നമ്മൾ പുറകിൽ പോകും. ഇപ്പോൾ കഴിഞ്ഞ 5 കൊല്ലം മുമ്പ് ഇതുപോലെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇവിടെ എറണാകുളം ജില്ലയിലെ ഒരു വലിയ ചർച്ചാ വിഷയം 2020 ആയിരുന്നു. ഈ 2020 ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റിനെ കുറിച്ച് ഞങ്ങൾ കണ്ടപ്പോൾ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞ 2020യുടെ സാന്നിധ്യം പെരുമ്പാവൂരും അതുപോലെ കോതമംഗലത്തും കുന്നത്തുനാടും ഞങ്ങൾക്ക് ദോഷം ചെയ്യും. അതേസമയത്ത് ഇവരുടെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് ഇവിടെ മൂവാറ്റുപുഴയിൽ ഞങ്ങൾക്ക് ഗുണകരമാകും എന്ന്. അത് വളരെ കൃത്യമായിരുന്നു. പെരുമ്പാവൂര് UDF സ്ഥാനാർത്ഥി കഷ്ടിച്ചാണ് ജയിച്ചത്, 2010 വോട്ടിനാണ് ജയിച്ചത്. മറ്റ് 2 സ്ഥലത്തും ഇപ്പോൾ 2020 പിടിച്ച വോട്ട് കോതമംഗലത്ത് UDFന് തോൽപ്പിച്ചു, അതുപോലെ തന്നെ കുന്നത്തുനാട് തോൽപ്പിച്ചു. അതുപോലെ അതേ സ്ഥാനാർത്ഥി അവരുടെ സ്ഥാനാർത്ഥി പിടിച്ച വോട്ട് മൂവാറ്റുപുഴയിൽ LDFന് വളരെ ദോഷം ചെയ്തു. അവിടെ ആ കാരണത്താൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിച്ചു. അപ്പോൾ ഇങ്ങനെ ആ ഓരോ മണ്ഡലത്തിലും ഒരു സ്ഥാനാർത്ഥി ഉണ്ടാക്കാവുന്ന ഇമ്പാക്റ്റ് എത്രയാണ്, അതിൻ്റെ ഔട്ട്കം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് തികഞ്ഞ ബോധ്യമുള്ള ആളാണ്. ഇപ്പോൾ കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ സമയത്തുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രവചനം ഞാൻ കണ്ടു. അത് ദീപിക പത്രത്തിലാണ് പ്രസിദ്ധീകരിച്ചത്. അത് വളരെ കൃത്യമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇന്നിന്ന ജില്ലകളിൽ ഞങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടും, ജില്ലാ പഞ്ചായത്ത് ഞങ്ങൾക്ക് കിട്ടും, 4 കോർപ്പറേഷനുകളിൽ ഞങ്ങൾ ജയിക്കും. ആ കോർപ്പറേഷൻ പുള്ളി പേരെടുത്ത് പറഞ്ഞു, കൊല്ലം കോർപ്പറേഷൻ, കൊച്ചി കോർപ്പറേഷൻ, അതുപോലെ നമ്മുടെ കണ്ണൂർ കോർപ്പറേഷൻ, തൃശ്ശൂർ കോർപ്പറേഷൻ. കൃത്യമായിരുന്നു, വളരെ കൃത്യമായിട്ടുള്ള ആ പ്രവചനമായിരുന്നു. അദ്ദേഹം എടുത്തു പറയാൻ 2 കോർപ്പറേഷനുകൾ കൈവിട്ടുപോയി, ഒന്ന് കോഴിക്കോടും മറ്റത് തിരുവനന്തപുരം. അതുപോലെ പഞ്ചായത്തുകളിൽ ഭൂരിപക്ഷം ഞങ്ങൾക്കായിരിക്കും. 7 ജില്ലാ പഞ്ചായത്തുകൾ പേരെടുത്ത് പറഞ്ഞു, ഇന്ന പഞ്ചായത്തുകളിൽ ഞങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടും. വളരെ കൃത്യമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ സതീശൻ ഈ കാര്യങ്ങളൊക്കെ സ്മെല്ല് ചെയ്യാനുള്ള പ്രത്യേകമായ കഴിവുണ്ട്. അദ്ദേഹം വെറും വിടുവാക്ക് പറഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നില്ല. ഇനിയിപ്പോൾ സതീശൻ പറഞ്ഞില്ലെങ്കിൽ പോലും 100 സീറ്റ് കുറച്ച് എക്സാജറേഷൻ ആയാണ് എന്ന് വേണമെങ്കിൽ ഇപ്പോൾ പറയാം. കാരണം എന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സമയത്ത് ഞാൻ തന്നെ പറഞ്ഞുള്ളൂ 90 തൊട്ട് 110 വരെ സീറ്റുകൾ കിട്ടാൻ സാധ്യതയുണ്ട്. 110 സീറ്റ് വരെ കിട്ടാവുന്ന ഒരു ഭരണവിരുദ്ധ വികാരം ഇവിടെയുണ്ട്. ആ 110 എന്ന് പറയുമ്പോൾ മുഴുവൻ കോൺഗ്രസിനല്ല, അത് ചിലപ്പോൾ 2, 3, 4 BJP കൂടി കിട്ടും. കാരണം വിപരീത വികാരമായതുകൊണ്ട്. ഇവർക്ക് മാത്രമല്ലല്ലോ, വേറെ അവകാശികളുണ്ട്. അത് കഴിച്ചാൽ ഒരു 100 സീറ്റ് നിരാക്ഷേപമായിട്ട് ജയിക്കാവുന്ന സാഹചര്യം അപ്പോഴും ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ടോ എന്നുള്ളത് തർക്ക വിഷയമാണ്. കാരണം ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ വന്നിട്ടുള്ള പാളിച്ച, അതിൽ വന്നിട്ടുള്ള പോരായ്മ, അതാണ് UDFനെ തുറിച്ച് നോക്കുന്ന ഒരേ ഒരു പ്രശ്നം. ഇനിയിപ്പോൾ എത്ര പൊട്ട സ്ഥാനാർത്ഥികളാണെങ്കിലും വലിയ തരംഗമാണ്, വലിയ രാഷ്ട്രീയ സുനാമിയാണ് ഉണ്ടാകുന്നതെങ്കിൽ അവരൊക്കെ പാസ്സായി. ഒരു കാരണവശാലും ജയിക്കാൻ സാധ്യതയില്ലാത്ത ആളുകൾ, ഒരു കാരണവശാലും ജയിക്കാൻ പാടില്ലാത്ത ആളുകൾ, അങ്ങനെ ഉണ്ടാവുമല്ലോ കുറേ. അതെ, അവർ വരെ ജയിക്കും. അപ്പോൾ അത് പിന്നെ ജനങ്ങൾക്കൊരു നിതാന്ത ബാധ്യതയായിട്ട് മാറും.